നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ അതേ ചിക്കൻ തന്നിട്ടുണ്ട്. 4 കഷ്ണം ചിക്കൻ ഉള്ളൂ, എന്നാലും നമ്മളതുകൊണ്ട് ഉണ്ടാക്കും. പിന്നെ തേന, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, പിന്നെ സവാള, വേപ്പില, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് മസാല തേച്ച് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമ്മൾ ആദ്യം ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പിട്ടു. നമുക്കറിയില്ല ഇതൊക്കെ എത്ര വേണമെന്ന്, എന്നാലും നമ്മളൊരു ഊഹത്തിൽ ഇങ്ങനെ ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ചും കൂടി ഇടാം. ഇത്ര എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കണം ഗൈസ്. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യണം നമ്മൾ. ഗൈസ്, നമ്മൾ ഈ കുഞ്ഞി ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മളിന്ന് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ആദ്യം കുറച്ച് മുഴുവൻ മല്ലിയും, അതില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം, പെരുംജീരകം, പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പെരുംജീരകം കുറച്ചും കൂടി ഇടാം, പിന്നെ ഒരു വേപ്പില. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മല്ലി, കുരുമുളക്, പെരുംജീരകം, വേപ്പില, ഇതൊക്കെ നമ്മളിങ്ങനെ തരിയായിട്ട് മിക്സിയിൽ കുറച്ചെടുത്ത കാരണം കൊണ്ട് മിക്സിയിൽ അരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കല്ലിൽ കുറച്ചിങ്ങനെ അരച്ച് കൊടുക്കുന്നു. വേപ്പിലൊന്നും മര്യാദയ്ക്ക് അരഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പൊടിയായിട്ട് അരച്ചെടുത്തേക്കണം. അടുത്തതായിട്ട് നമ്മുടെ മസാല ചൂടാക്കിയിട്ടുള്ള ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാവണം. പോടാ മണ്ടൻ അരശയും. ഓയിൽ ചൂടായി വരുമ്പോൾ വേപ്പില ചൂടാവട്ടെ. വേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കഴിക്കാം. പിന്നെ മൂടി മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ്, പട്ട, ഏലക്ക, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അടുത്തതായി നമ്മൾ മൂടി തുറക്കാൻ പോവാണ്. ഇതാ മൂടി തുറക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാല, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അതിലേക്ക് കുറച്ച് സവാള, പിന്നെ കുറച്ച് തക്കാളി,
പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഓൾറെഡി ഉപ്പ് ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിതിൽ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒഴിച്ചിട്ടില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുക. ഇത്ര നേരം നമ്മൾ സിമ്മിലിട്ടിട്ടായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നന്നായി സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോഫ്റ്റ്നെസ്സിനായിട്ട് കുറച്ച് തൈര് കൂടെ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. തൈര് ഒഴിച്ചത് നന്നായി ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൂസ് പൊടി. കണ്ടല്ലേ, ക്ലൂസ് പൊടി.